ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അജ്മൽ അമീറിൻ്റെ പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കാൻ വിദ്യാഭ്യാസം മാത്രം പോരാ, ഒരു അല്പം വിവേകം വേണമെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, മനസ്സിലാക്കേണ്ടി ഇരിക്കേണ്ട ഒരു കാര്യം. അപ്പം നമുക്ക് നോക്കാം. അജ്മൽ അമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBS പാസ്സായി ഒരു ഡോക്ടറാണ്. യുക്രൈനിലെ MBBS പഠിച്ചതിന് ശേഷം കുറച്ച് നാൾ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സിനിമയിൽ നിൽക്കുന്നതാണ്. ഒരുപാട് എന്താ പറയുന്നത്, വിജയിച്ച പടം ഉണ്ടോയെന്ന്, ഒരു സൂപ്പർ സ്റ്റാർ ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. എങ്കിലും നമുക്കറിയാം അജ്മൽ അമീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ആ ഒരു വ്യക്തിയാണ്. അപ്പം കുറേ വർഷത്തെ പരിശ്രമം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഐഡന്റിറ്റി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് തന്നെ. പക്ഷെ വെറുതെ ഒരു സിമ്പിൾ ഫോൺ കോളിൽ, സിമ്പിൾ വീഡിയോ കോളിൽ അദ്ദേഹം കാണിച്ച വളരെ ഒരു മണ്ടത്തരം, ആ മണ്ടത്തരത്തിന്റെ പേരിൽ സകല റെപ്യൂട്ടേഷൻ പോയി എന്നുള്ളൊരു കാര്യമാണ്. ഇനി ആളുകളൊക്കെ ഓർക്കുന്നത് തന്നെ അദ്ദേഹത്തെ പറയുമ്പോൾ ഓക്കെ ഇന്ന ഒരു ഇത് ആയിരുന്നല്ലോ അല്ലേ എന്ന് ഓർക്കും. അപ്പം ഞാൻ അജ്മൽ അമീറിനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞ ആ പെൺകുട്ടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ പെൺകുട്ടി ഇരയൊന്നുമല്ല. ആ പെൺകുട്ടി അജ്മൽ അമീറിന്റെ കൂടെ തന്നെ ഈ പറയുന്നതെല്ലാം കേട്ട് ആസ്വദിച്ച് അതിനെല്ലാം ഓക്കെ പറഞ്ഞ് കൂടെ ഞാൻ എവിടെ താമസിക്കുന്ന ഒരേ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, ഞാൻ വന്ന് താമസിക്കാൻ റെഡിയാണ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് ശരിക്കും പുള്ളിനെ ചതിക്കുകയാണ് ചെയ്തത്. പക്ഷെ പുള്ളിക്കാരൻ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ, പിന്നെയും ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോഴും എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വ്യക്തിപരമായിട്ടുള്ളൊരു ചോയ്സാണ്. പക്ഷേ എന്താ പറയുന്നത്, ഈ പെൺകുട്ടിയാണെങ്കിൽ നല്ല രീതിയിൽ മുതലാക്കിയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പുള്ളിയുടെ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്ത് പറയുന്നതെല്ലാം എൻജോയ് ചെയ്തിട്ട് ഏറ്റവും അവസാനം പുള്ളിക്ക് നല്ലൊരു പണി കൊടുത്തു, സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിച്ച് കളഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ അജ്മൽ അമീർ തിരിച്ച് ചെയ്യുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മര്യാദ, ഒരു മാനേഴ്സ് എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഇതുവരെ പുള്ളി വെളിപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അതിന് ഒരു കാര്യത്തിന് നമുക്ക് പുള്ളിക്കാരനെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. രണ്ടുപേരും കൂടി ചെയ്ത ഒരു തെറ്റ് അത് ഒരാൾ മാത്രം ചെയ്തതെന്നാക്കി ആ മനുഷ്യനെ നശിപ്പിക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഇത് രണ്ടുപേരുടെയും കൺസെന്റോട് കൂടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്, ഈ ഒരു സംഭവം വിട്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു വ്യക്തിയും അവരുടെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു സൽപ്പേര് ഉണ്ടാക്കുന്നത്. സൽപ്പേരെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു വ്യക്തി നല്ലതാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ ഇവിടെ കുറേ ആളുകൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൂടെയും പറയട്ടെ. കാരണം പല വ്യക്തികളും ഒരു ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഇച്ചിരി യൂട്യൂബിൽ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ഒരാൾ, ഇവരുടെയൊക്കെ പുറകെ ചുമ്മാ നടക്കും, ചുമ്മാ അലഞ്ഞ് നടക്കും. ഒരു സെൽഫി എടുക്കട്ടെ, പലപ്പോഴും നമുക്ക് പല വീഡിയോസിൽ നിന്നും പല ഇൻസിഡന്റിൽ നിന്നും മനസ്സിലാക്കും അവർക്ക് ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്നതായിരിക്കത്തില്ല, ഒരു പക്ഷേ അവരുടെ പ്രൈവസിയിലേക്ക് അതുപോലെ ഇൻവേഡ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഒരു ആക്ടറിനെ കാണുക. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ ഇതുകൊണ്ട് അവരുടെ ലൈഫിൽ ഫെഡപ്പ് ആയതാണ്. പക്ഷെ അവരൊരിക്കലും ചിന്തിക്കുന്നില്ല ഈ സാധാരണ ആൾക്കാരാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം അവരുടെ കൂടെ സെൽഫി വേണം. അവരെ ദൈവങ്ങളായിട്ട്, ഒരുപക്ഷെ ദൈവത്തിന് മേലുള്ള സുപ്രീം പവറായിട്ട് കണക്കാക്കുന്ന സാധാരണക്കാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ രണ്ട് മുഖം ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മാത്രമായിരിക്കത്തില്ല ആ മുഖം. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. അതിനൊക്കെ ഒരു എന്താ പറയുന്നത്, എനിക്ക് ഫീൽ ചെയ്ത ഈ ഒരു ഇൻസിഡൻറ്റ് അതും കൂടെ ആളുകൾ മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരു രണ്ട് മുഖമുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് വെച്ച് അവരുടെ പുറകെ പോയി അവരാണ് ലൈഫ് എന്ന് ചിന്തിക്കുന്നത് വളരെ വലിയൊരു മണ്ടത്തരമാണ്. പിന്നെ അജ്മൽ അമീറിനെ സംബന്ധിച്ച് ഞാനൊരു ഫാമിലി മാനാണ്, ഞാൻ ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതാണ്, എനിക്ക് എൻ്റെ ഫാമിലിയാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ഇവിടെ പറഞ്ഞിട്ട് വേറെ ഒന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ആളുകൾക്ക് എന്താ പറയുന്നത്, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്തത്. പിന്നെ ചില ഭാഗ്യവന്മാരുണ്ട്, അവന്മാർ എന്ത് ചെയ്താലും അവർക്ക് അതൊരു കുഴപ്പമില്ല. പിന്നെ ഇതെല്ലാം നശിപ്പിച്ച്, തൻ്റെ സൽപ്പേരെല്ലാം നശിപ്പിച്ച് നമ്മൾ വളരെ അപ്സെറ്റ് ആയിട്ട് അടുത്തൊരു ഇൻ്റർവ്യൂ ഇന്ന് അജ്മൽ അമീറിൻ്റെ ഒരു ഇത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഫൈനലി പറഞ്ഞിട്ട് എന്താ കാര്യം, അതിനാണ് നമ്മൾ പറയുന്നത്, നമുക്ക് വിവേകം കൂടി വേണം. നമ്മൾ എവിടെ എന്ത് പ്രവർത്തിക്കുന്നു, നമ്മൾ ജീവിക്കുന്ന ഒരു യുഗവും കൂടി മനസ്സിലാക്കാം. കാരണം ചില പെൺകുട്ടികളൊക്കെ ഉണ്ട് ഒരുപാട് മിസ്യൂസ് ചെയ്യും, ഒരുപാട് എന്താ പറയുന്നത്, ഒരുപാട് അവരെ നശിപ്പിക്കും, അവരുടെ പണമെല്ലാം മിസ്യൂസ് ചെയ്യും. ഫൈനലി അവരിങ്ങനൊരു പണിയും കൊടുക്കും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെണ്ണുങ്ങളുടെ കൂടെ നിൽക്കാൻ മാത്രമാണ് ആൾക്കാരുണ്ടാവുള്ളൂ. അനുഭവിക്കുന്നതും നഷ്ടപ്പെടുന്നതും എല്ലാം ആണുങ്ങളായിരിക്കും. ഓക്കെ, അപ്പം ടേക്ക് കെയർ. ഇങ്ങനെയുള്ള എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സാണ് അവരുടെ ലൈഫിൽ അവരെങ്ങനെ ജീവിക്കുക എന്നുള്ളത്.
പക്ഷേ ഓർക്കുക, ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ചതിക്കപ്പെടാം. അപ്പം ഇങ്ങനെയുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തമായിട്ടുള്ള ഡിഗ്നിറ്റിയും റെപ്യൂട്ടേഷനും നഷ്ടപ്പെടുത്താതെ ജീവിക്കാനും ശ്രമിക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.